നമസ്കാരം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സജഷൻ വീഡിയോ ആണ്, ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള സജസ്റ്റഡ് വീഡിയോസും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള 100% ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസും നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന ചാനലുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. ലൈക്കും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ജിപ്സം പ്ലാസ്റ്ററിങ്? നമ്മുടെ നാട്ടിൽ വളരെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന പ്ലാസ്റ്ററിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സിമൻറ്റും മണലും ഉപയോഗിച്ച് ഭിത്തി തേക്കുക എന്നതായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ജിപ്സം എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സിമൻറ്റും മണലും ഒന്നും തന്നെ ഇല്ലാതെ ആ പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഭിത്തി പ്ലാസ്റ്റർ ചെയ്ത് പോകുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ജിപ്സത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം സൾഫേറ്റാണ്. ഈ കാൽസ്യം സൾഫേറ്റ് ഉന്നതവും നൂതനവുമായ ഹോട്ട് പ്രോസസ്സിങ്ങിലൂടെ ചെയ്താണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന ജിപ്സമായിട്ട് നമുക്ക് വരുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിങ്ങും ജിപ്സം പ്ലാസ്റ്ററിങ്ങിനുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം നടത്തി നോക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കും. ഫസ്റ്റ് പോയിൻറ്റ്, നമ്മൾക്ക് മണൽ, സിമൻറ്റ് എന്നിവ ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അതിലേറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം മണൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥമാണ് മണലെന്ന് പറയുന്നത്. പകരം ഒരുപാട് ബദൽ സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ ഒരു തരി പോലും മണൽ വേണ്ട എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സെക്കൻഡ് പോയിൻറ്റ്, നമ്മൾ സിമൻറ്റ് മണൽ ചേർത്ത് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിന് നമുക്ക് ലഭിക്കുന്നത് ഒരു പരുപരുത്ത പ്രതലമാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ പുട്ടിയിടണം, അതിനുശേഷം നമ്മൾ പ്രൈമർ അടിക്കണം, പെയിൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ അതിൽ വരുന്ന പ്രോസസ്സിങ്. പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ ഈ പറഞ്ഞ പരിപരുത്ത പ്രതലമല്ല, വളരെ സ്മൂത്തായിട്ടുള്ള മിനുസമായിട്ടുള്ള പ്രതലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രൈമർ അടിക്കുകയോ അടിക്കാതെയോ നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പുട്ടിയിടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്കവിടെ ഒഴിവായി കിട്ടും. അപ്പോൾ കുറേയേറെ സ്റ്റെപ്സുകളും ചിലവുകളും മണലിൻ്റെയും നമ്മുടെ സിമൻറ്റിൻ്റെയും ഉൾപ്പെടെ അതുപോലെ പുട്ടിയുടെ ഉൾപ്പെടെ ചിലവ് നമുക്കവിടെ കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീടൊക്കെ നമ്മൾ തേക്കുന്നതിന് മുൻപും അതിന് ശേഷവും നനച്ചു കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ നനയ്ക്കുക എന്നതൊരു സംഗതിയല്ല. അതിൽ നമ്മൾ ആ ജിപ്സം കുഴയ്ക്കുന്നതിനാവശ്യമായ വെള്ളം മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. അതിന് മുൻപോ അതിന് ശേഷമോ നനച്ചു കൊടുക്കേണ്ട. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഉപയോഗം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. കാര്യം പല സ്ഥലങ്ങളിലും ഇപ്പം വെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സിമൻറ്റ് മണൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആവാനായിട്ട് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സമയമെടുക്കും. അതേസമയം ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് 30 മിനിറ്റ് കൊണ്ട് സെറ്റാവുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതായത് സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഒരു വീട് ഫുള്ളായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും അതിനകത്ത് എത്ര സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി. 5 വിള്ളലുകളും പൊട്ടലുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മണൽ സിമൻറ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിങ്ങിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ നനയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മളത് ചെയ്തതിന് ശേഷം നനയ്ക്കാനായിട്ടൊക്കെ കുറച്ച് വൈകിപ്പോയാൽ, ഒരു ദിവസം നനയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് സെറ്റാവാനായിട്ടുള്ള ആ ഒരു റേഷ്യോ കുറയും. അപ്പോഴത്തേക്കും വിള്ളലും പൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുഴയ്ക്കുന്നതിന് മാത്രം വെള്ളം മതി. അതിനാവശ്യമുള്ള വെള്ളം മാത്രം എടുത്ത് കുഴച്ചാൽ മതി. നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിള്ളലോ പൊട്ടലോ എന്ന ഒരു ചിന്തയെ വേണ്ട. അത് വളരെ മനോഹരമായിട്ട് ഇരിക്കുക എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 6, നമ്മൾ മെയിൻ്റനൻസ് വർക്കുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഭിത്തി ഒന്ന് തുളയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മളത് സീൽ ചെയ്യുമ്പോഴത്തേക്കും, അതായത് വീണ്ടും അത് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പാടവിടെ വ്യക്തമായിട്ട് കാണും. അത്ര വലിയൊരു കാര്യമല്ല, പക്ഷേ എങ്കിൽ പോലും അതും ഒരു ഡിഫക്റ്റാണ്. കാര്യം എത്ര ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തു, പക്ഷേ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു പാട് കണ്ടു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് മെയിൻ്റനൻസ് ചെയ്ത് വീണ്ടും അത് സീൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പാടുള്ളതായിട്ട് തോന്നത്തില്ല. അത്ര ക്ലിയർ ആയിട്ട് ആ ഒരു പ്രതലമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ജിപ്സം. 7, നമ്മൾ സിമൻറ്റ് മണൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കാഴ്ചയ്ക്ക് ഭംഗി ലഭിക്കണമെങ്കിൽ, ആദ്യം ഞാൻ പറഞ്ഞതിനോടൊന്ന് റിലേറ്റ് ചെയ്ത് പറയുകയാണ്, ഒരു പരിപരുത്ത പ്രതലമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഭംഗി ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മിനുസം കൃത്യമായിട്ട് കിട്ടണം. അങ്ങനെ ഒരു മിനുസം കിട്ടണമെന്നുണ്ടെങ്കിൽ പുട്ടിയടിക്കണം. പക്ഷേ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഡയറക്റ്റ് ഒന്നും ചെയ്യേണ്ട, ജിപ്സം പ്ലാസ്റ്ററിങ് തന്നെയാണ് എല്ലാം. അതായത് ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റും, അതോടുകൂടി നമുക്ക് ആ ചിലവും കുറയ്ക്കാൻ പറ്റും. 8, നമ്മളിത് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം, അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് പരിപരുത്ത പ്രതലമാണ്, അതുകൊണ്ട് നമ്മൾ 2 or 3 കോട്ട് പുട്ടിയടിക്കണം. അതിനുശേഷം പ്രൈമർ അടിക്കണം, പിന്നെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. അതേസമയം ജിപ്സത്തിൽ ഡയറക്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പലരും പറയാറുണ്ട് പ്രൈമർ അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നവരുണ്ട്, പ്രൈമർ അടിക്കാതെയും പെയിൻറ്റ് ചെയ്യുന്നവരുണ്ട്. രണ്ടാണേലും നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. ഇനി ഇതിൻ്റെ ഒരു അവസാനത്തെ പോയിൻറ്റിലേക്ക് നമുക്ക് വരാം. ഇത്രയും പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട്
സമയവും നമുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ ചിലവും കൂടുതലാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരേ ഒരു പ്രോസസ്സിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലവ് അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും, വളരെ ഭംഗിയായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കരിമ്പനത്തറ ജെയിൻ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് രാജൻ സാറ്. ഒരു യൂസർ റിവ്യൂ. അപ്പോൾ ആ യൂസർ റിവ്യൂവിനായിട്ടാണ് ഞാൻ സാറിനോട് നേരത്തെ ഇതിൻ്റെ ഇതെടുത്തിരുന്നു. ഏകദേശം ഇപ്പോൾ എത്ര വർഷമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ട്? കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിയുന്നത് അല്ലേ? എന്നാൽ ഇതിൻ്റെ പണി തുടങ്ങിയത് ഒരു 1.5 വർഷത്തിന് 2 വർഷത്തോളം ആയി. അപ്പോൾ ആ പണി തുടങ്ങുമ്പം തന്നെ നമ്മൾ ഈ കോൺട്രാക്ടർ ഇങ്ങോട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന നല്ലൊരു മെറ്റീരിയലാണ്, അപ്പം അതിന് വളരെ ഗുണഗണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പം നമ്മളെപ്പോഴും പുതിയ പുതിയ സാധനങ്ങളെ പരീക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ജെയിനും അതിനോട് സ്വീകാര്യമായി. അപ്പോൾ ആ രീതിയിൽ നമ്മളതൊന്ന് ചെയ്തു നോക്കാം എന്ന് ഉള്ളൊരു ഇത് വന്നു. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പം ഞങ്ങൾക്ക് വളരെ ഇമ്പ്രസ് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫിനിഷിങ് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എളുപ്പം, അതുപോലെ തന്നെ അതിൻ്റെ ആ കളറ്, ഇങ്ങനെയൊക്കെയുള്ള പല ഗുണഗണങ്ങൾ നമ്മൾ അന്നേരം തന്നെ കണ്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കൂളിംഗാണ് ഈ റൂമിനകത്ത്. അതായത് നമ്മളിപ്പോൾ ഒരു എയർ കണ്ടീഷണർ ഉപയോഗിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ റൂമിനകത്ത് എങ്ങനെ വന്നാൽ എങ്ങനെ തണുപ്പ് കിട്ടുമോ ആ ഒരു തണുപ്പാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പം ഈ മെറ്റീരിയൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാറായിട്ടില്ല. അതിപ്പോൾ ഒരു 2 വർഷമല്ലേ ആയുള്ളൂ. 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം എനിവേ എന്തായാലും ഇതിൻ്റെ ഫിനിഷിങ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വളരെ നല്ലൊരു ഉൽപ്പന്നമാണെന്നാണ് ഞങ്ങളുടെ ഒരു അനുഭവം മനസ്സിലാവുന്നത്. ഞാനിവിടെ എത്താനായിട്ടൊരു റീസൺ ഉണ്ട്. അതായത് ഇതിൻ്റെ ചെയ്തയാൾ കോൺട്രാക്ടർ സുരേഷ് ചേട്ടൻ, എൻ്റെ ഒരു സുഹൃത്താണ് സുരേഷ് കുമാർ, ഗീതാഞ്ജലി. അപ്പം ഞാനന്ന് എൻ്റെ അളിയന് വേണ്ടിയിട്ട് വീടുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾ വീട് ചെയ്യുന്നതൊക്കെ നോക്കി നടക്കുന്ന സമയത്താണ് ഈ വീടിൻ്റെ വർക്ക് നടക്കുന്നത്. ഏകദേശം 2 വർഷം മുൻപേ ഞാൻ വരുമ്പോൾ ഇതിനുള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്തൊരു വീടായിട്ടാണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഞാൻ സാറിനോട് ചോദിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് അറിയാറായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജസ് നമുക്കിതുവരെയും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മാറാല കിട്ടുന്നതും ഒക്കെ വളരെ കുറവാണ്. അതേ സമയത്ത് ഇപ്പം എൻ്റെ വീട് മണൽ ഉപയോഗിച്ച് പ്ലാസ്റ്ററിങ് ചെയ്തതാണ്. പക്ഷേ അതിനകത്തൊക്കെ ഒത്തിരി എളുപ്പത്തിൽ മാറാല കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് കുറച്ചുകൂടെ റഫാണ്. പിന്നെ അത് അതായിരിക്കണമെന്നില്ല എൻ്റെ റീസൺ. പക്ഷേ എന്തായാലും ഇത് വളരെ സ്മൂത്ത് ആയതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് മാറാല അങ്ങനെ വളരെ കുറച്ച് വരുന്നുള്ളൂ. നല്ല രീതിയിൽ നല്ല വർക്ക്മാൻ സ്കില്ലുള്ളവരെ കൊണ്ട് പണിയിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇതായിട്ടിരിക്കുന്നല്ലാതെ അടന്നു പോവുകയോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അതായത് സാറ് പറഞ്ഞതിന് പ്രകാരം ഒരു മികച്ച സ്കിൽ ലേബർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് തന്നെയാണ് പ്രത്യേകത അല്ലേ? അത് അങ്ങനെ ചെയ്യിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം തന്നെയാണെങ്കിലും പുതിയ മെറ്റീരിയൽ ഒക്കെ കൊണ്ട് ഭിത്തി ഒന്നാകെ തന്നെ പണിത് വരുന്ന ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. നമ്മൾ ജനലും കഥകളും ഒക്കെ എവിടെയാണെന്ന് അടയാളപ്പെടുത്തി കൊടുത്തേച്ചാണ് GFRG മോഡൽ. അത് അപ്പം അതും ഈ പറഞ്ഞതുപോലെ എല്ലാ കോൺട്രാക്ടേഴ്സും ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും സാർ സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ സാർ നമ്മുടെ ഒരു യൂസർ റിവ്യൂടെ ആയിരുന്നു. ഒരു പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്തൊരു യൂസർ റിവ്യൂ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്തായാലും സാറ് ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ സന്തോഷം, നന്ദി. ഇനി ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ആയിട്ടുള്ള 2-3 ഗുണങ്ങളൂടെ നമുക്ക് നോക്കാം. 1, വളരെ ഭംഗിയായിരിക്കുന്നു തന്നെയാണ് ഏറ്റവും വലിയ ഗുണം. 2, ഇത് ചൂടിനെ ആഗിരണം ചെയ്യുന്നില്ല. ഒരു തണുപ്പ് പ്രതലം നമുക്ക് ലഭിക്കുന്നു. പിന്നെ പൂപ്പൽ, ഫംഗസ് അങ്ങനെയുള്ള സംഗതികളൊന്നും വരുന്നില്ല. പിന്നെ വിഷരഹിതമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ കാലാവധി, അതായത് ഇതിൻ്റെ ലൈഫ് എന്തുമാത്രമായിരിക്കുന്നു. ആജീവനാന്ത കാലാവധിയാണ് കമ്പനി പറയുന്നത്. കാര്യം താപപ്രതിരോധ ശേഷിയുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മുടെ ഡീമെറിറ്റ്സ് ഒന്ന് നോക്കാം. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഇത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ സംശീകരിച്ചെടുത്താണ്. ഇത് പുറത്ത്, അതായത് എക്സ്റ്റിയറായിട്ട് ഉപയോഗിക്കാനായിട്ട് അവരാരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ
മഴവെള്ളം പോലുള്ള ഏരിയാസിൽ, മഴവെള്ളം വീഴുന്ന ഏരിയാസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ 1-2 പ്രാവശ്യം വീണതല്ല, സ്ഥിരമായിട്ട് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിന് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വേറെ കുറച്ച് കോൺട്രാക്ടേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് പറഞ്ഞത് ഇത് നനവുള്ള ഏരിയയിൽ ചില സ്ഥലങ്ങളിൽ കുമിളകൾ പോലെ വരുന്നുണ്ട് എന്നാണ്. ഒരുപക്ഷെ അവർ തന്നെ അതിന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് അത് ചിലപ്പോൾ അത് മിക്സ് ചെയ്തപ്പോഴത്തേക്കും, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ റേഷ്യോ വല്ലതും കൂടിയോ കുറഞ്ഞോ പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളവുമായിട്ട് റിയാക്ഷനിലിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ കുമിളകൾ വരുന്നതാണെന്ന് പറയുന്നു. പക്ഷേ 7 വർഷം 8 വർഷമായിട്ടും ഇത് ചെയ്തിട്ടും ഇങ്ങനൊരു പ്രോബ്ലം ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ 1-2 ഡീമെറിറ്റ്സ് മാത്രമേ നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇതിലൊക്കെ പ്രധാനം ഇത് ചെയ്യാൻ അറിയാവുന്ന ആളെ കൊണ്ട് ഇങ്ങനെയൊരു പ്രൊസീജിയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. അറിയാവുന്ന ഒരാളാണെന്നെങ്കിൽ അത് കൃത്യമായ അളവിൽ വെള്ളം യൂസ് ചെയ്ത് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നത് മീറ്റർ കണക്കെ അവർക്ക് യൂസ് ചെയ്യാൻ അറിയാം. അങ്ങനെയുള്ളൊരു മാസ്റ്ററെ നിങ്ങൾ കണ്ടെത്തുക. ആ ആളെ കൊണ്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഒരാൾക്ക് പരിചയപ്പെടുത്താം. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല. കാര്യം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എനിക്ക് തന്നത് അവരാണ്. ട്രഡാക്കോ ജിപ്സം പ്ലാസ്റ്ററിങ്, അവർ കോഴിക്കോട് ഫറൂഖിലാണ് അവരുടെ പ്രസ്ഥാനം. നിങ്ങൾക്ക് എന്തെങ്കിലും ജിപ്സം പ്ലാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അത് ചെയ്യാനോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾ അവരെ ഒന്ന് വിളിക്കുക ആവശ്യമെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ 100% യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് വരും. ആഴ്ച 2 ദിവസങ്ങളിലാണ് നമ്മുടെ വീഡിയോസ് റിലീസ് ചെയ്യുന്നത്. അത് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കും അതുപോലെ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കുമാണ്. അപ്പോൾ ഒരു ജീവിതത്തിൽ വീട് വയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് 100% യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന ചാനലിൽ വരിക. സജഷൻ വീഡിയോസും കൃത്യമായിട്ട് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിടുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പല സജഷൻ കമൻസുകൾ ഇനിയും വരട്ടെ. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, ഞാൻ അതിന് മറുപടി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.